ഹലോ എവരി വൺ, വെൽക്കം ടു എഡ്ഫിൽ ലേണിംഗ്. എഡ്ഫിൽ ലേണിംഗിൻ്റെ എൻലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സീരീസിൻ്റെ വ്യത്യസ്ത ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഓരോ യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങൾക്ക് നമ്മുടെ പ്ലേലിസ്റ്റ് എടുത്ത് ചെക്ക് ചെയ്താൽ കാണാൻ സാധിക്കും. തിങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള യൂണിറ്റുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് 6ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള തിങ്കിങ്, ക്രിയേറ്റിവിറ്റി, ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു ക്ലാസ്. അതിൽ തിങ്കിങ് എന്ന ഭാഗമാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ആയിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുകയാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ബേസിലാണ് നമ്മുടെ ക്ലാസ്സസ് ഒക്കെ പോകുന്നത്. അത് നിങ്ങളെ ഉണർത്തുകയാണ്. തിങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ അല്ല, ജസ്റ്റ് നിങ്ങളുടെ അറിവിന് വേണ്ടിയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. തിങ്കിങ് ഈസ് ആൻ കോഗ്നിറ്റീവ് പ്രോസസ്, സൈക്കോമോട്ടർ പ്രോസസ്, ഇൻസ്റ്റിങ്ക്റ്റീവ് ബിഹേവിയർ, നൺ ഓഫ് ദിസ്. ഇതിൽ തിങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാണ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ ഏതായിരിക്കും ആൻസർ ചെയ്യുക? എന്താണ് തിങ്കിങ് എന്നുള്ളത്? ഓക്കെ, നിങ്ങളുടെ മൈൻഡിലേക്ക് ഇട്ട് തരാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു എന്നുള്ളതാണ്. സോ തിങ്കിങ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. വി യൂസ് തിങ്കിങ് ആസ് എ സിനോണിം. നമ്മൾ തിങ്കിങ് എന്നുള്ളത് ഒരു സിനോണിം ആയിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട് അല്ലേ? എങ്ങനെ? റിമെമ്പർ, എനിക്കിപ്പോൾ അവളെക്കുറിച്ച് ഞാൻ ഓർക്കുന്നില്ല, അല്ലെങ്കിൽ അവളെക്കുറിച്ച് അവനെക്കുറിച്ച് ഞാനിപ്പോൾ ഓർക്കാറുണ്ട് എന്നുള്ളതിനൊക്കെ നമ്മൾ തിങ്കിങ് യൂസ് ചെയ്യാറുണ്ട്. അതോടൊപ്പം പേ അറ്റൻഷൻ, ഞാൻ ശ്രദ്ധാപൂർവ്വം ചിന്തിക്കാറുണ്ട്, അതിന് കൂടുതൽ ഞാൻ തിങ്ക് അബൌട്ട് ചെയ്യുക, അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറുണ്ട്, ആലോചിക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ തിങ്കിങ്ങിന് നമ്മൾ വൈഡായിട്ട് എന്ത് കൊടുക്കാറുണ്ട്? സിനോണിം യൂസ് ചെയ്യാറുണ്ട്. തിങ്ക് ഹാസ് എ വൈഡ് റേഞ്ച് ഓഫ് മീനിങ്സ് വിത്ത് കവർ എ നമ്പർ ഓഫ് സൈക്കോളജിക്കൽ പ്രോസസ്. ഒരുപാട് സൈക്കോളജിക്കൽ പ്രോസസ് തിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യത്തിലുണ്ട് എന്നുള്ളതാണ്. തിങ്കിങ് ആസ് എ മെൻ്റൽ ആക്ടിവിറ്റി ഡയറക്റ്റഡ് അറ്റ് സോൾവിങ് എ പ്രോബ്ലം, മേക്കിംഗ് ഇൻഫറൻസസ്, judging certain facts and deciding and choosing between option. സോ തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരുപാട് മെൻ്റൽ ആക്ടിവിറ്റികളിൽ ഇൻവോൾവ് ആയി കിടക്കുകയാണ്. ഏതൊക്കെയാണ്? സോൾവിങ് എ പ്രോബ്ലം, മേക്കിംഗ് ഇൻഫറൻസസ്, ജഡ്ജിങ് സർട്ടൈൻ ഫാക്ട്സ്, ഡിസൈഡിങ് ആൻഡ് ചൂസിങ് ബിറ്റ്വീൻ ഓപ്ഷൻസ്. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെയാണ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഡെഫിനിഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. തിങ്കിങ് ഈസ് ആൻ ഹയർ കോഗ്നിറ്റീവ് പ്രോസസ്. ഈ ഹയർ കോഗ്നിറ്റീവ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ഏരിയയിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഹയർ കോഗ്നിറ്റീവ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ കോഗ്നിറ്റീവ് പ്രോസസ്സായിട്ടുള്ള ഒരുപാട് പ്രോസസ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മെമ്മറി, അറ്റൻഷൻ, ഇതിൻ്റെ കുറച്ച് ഹൈ ആയിട്ടുള്ള പ്രോസസ്സുകളാണ് ഹയർ കോഗ്നിറ്റീവ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. ഈ അബ്സ്ട്രാക്റ്റബിലിറ്റി അല്ലെങ്കിൽ അബ്സ്ട്രാക്ട് തിങ്കിങ്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ക്രിയേറ്റിവിറ്റി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഹയർ കോഗ്നിറ്റീവ് പ്രോസസ്സായിട്ട് പറയാറുള്ളത്. അക്കോർഡിംഗ് ടു ഗാരറ്റ്, thinking is a behavior which is often implicit and hidden and in which symbols, image, ideas and concepts are ordinarily employed. എന്ന് പറഞ്ഞാൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഒരു ഇന്റേണൽ മെൻ്റൽ ആക്ടിവിറ്റിയാണ്. ദാറ്റ് ഹാപ്പൻസ് ഇൻസൈഡ് ദ മൈൻഡ്. അത് മൈൻഡിൻ്റെ ഉള്ളിലാണ്. അത് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വിസിബിൾ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സ് അല്ല എന്നുള്ളതാണ്. അത് ഹാപ്പൻ ചെയ്യുന്ന നമുക്ക് വിസിബിൾ ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഡ്യൂറിങ് ദിസ് പ്രോസസ് വി യൂസ് മെൻ്റൽ ഇമേജസ്, ഐഡിയാസ്, കൺസെപ്റ്റ്സ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് വർക്ക് വിത്ത് ദ ഇൻഫർമേഷൻസിനനുസരിച്ച് വർക്ക് ചെയ്യാനും, അതുപോലെ തന്നെ കൺസെപ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും, ഐഡിയാസ്, ഇമേജസ്, മെൻ്റൽ ഇമേജസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട് അല്ലേ? ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ, മേക്കിംഗ് ഇൻഫറൻസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ജഡ്ജിങ് സർട്ടൈൻ ഫാക്റ്റിനെ കുറിച്ച് നമ്മൾ തന്നെ എന്ത് ചെയ്യുക, അതിനെക്കുറിച്ച് ഒന്ന് ജഡ്ജ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ചൂസിങ് ബിറ്റ്വീൻ 2 ഓപ്ഷനിൽ നിന്ന് ഒന്ന് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ മെൻ്റൽ ഇമേജസ്, ഐഡിയാസ്, കൺസെപ്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അതാണ് ഓൾ റൗണ്ട് തിങ്കിങ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഗിൽമർ ഹാസ് ഡിഫൈൻഡ് തിങ്കിങ് ആസ് എ പ്രോബ്ലം സോൾവിങ് പ്രോസസ് ഇൻ വിച്ച് വി യൂസ് ഐഡിയാസ് ഓർ സിംബൽസ് ഇൻ ലൈസ് ഓഫ് ഓവേർട്ട് ആക്ടിവിറ്റി. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഐഡിയാസ്, അതുപോലെ സിംബൽസ് ഒക്കെ യൂസ് ചെയ്തിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന പ്രോസസ്സ് എന്നുള്ളതാണ് ഗിൽമർ തിങ്കിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ടൈപ്പ് ഓഫ് തിങ്കിങ് ഉണ്ട്. ഏതൊക്കെ ടൈപ്പ് ഓഫ് തിങ്കിങ് ആണുള്ളത്? പെർസെപ്ച്വൽ ആൻഡ് കോൺക്രീറ്റ് തിങ്കിങ്, കൺസെപ്ച്വൽ ഓർ അബ്സ്ട്രാക്ട് തിങ്കിങ്, റിഫ്ലക്റ്റീവ് തിങ്കിങ്, ക്രിയേറ്റീവ് തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്. നോക്കാം. പെർസെപ്ച്വൽ ഓർ കോൺക്രീറ്റ് തിങ്കിങ്. It is a simplest form of thinking carried out for the perception of a concrete object. If you are asked to write 4 sentences on your favorite book, then thinking will be using perceptual thinking. Because നമ്മൾ ഇപ്പോൾ ഒരു ബുക്കിനെ കുറിച്ച് എഴുതാൻ പറയുമ്പോൾ പ്രീവിയസ് ആയിട്ട് ആ ബുക്കിനെ കുറിച്ച് കൃത്യമായിട്ട് നോളജ് നമുക്കുണ്ട് അല്ലേ? ആ ബുക്ക് എന്താണ് പറയുന്നത്, ആ ബുക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പം അത്
കൃത്യമായിട്ട് നമ്മളൊരു എക്സ്പീരിയൻസിൻ്റെ ബേസിൽ നമ്മൾ നമ്മുടേതായ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള സാധനം നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളൊന്നും അതിലെന്താ ഇല്ല ആഡ് ചെയ്യുന്നില്ല. കാരണം അതിലുണ്ട് എന്തൊക്കെയാണ് ആ ബുക്കിൽ പറയുന്നത് സൂചിപ്പിക്കുന്നത്. സോ കൃത്യമായിട്ട് അതെന്ത് ചെയ്യുന്നു, നമ്മൾ എഴുതുന്നു. അതാണ് പെർസെപ്ച്വൽ അഥവാ കോൺക്രീറ്റ് തിങ്കിങ് എന്ന് പറയുന്നത്. അടുത്തത് കൺസെപ്ച്വൽ ഓർ അബ്സ്ട്രാക്ട് തിങ്കിങ്. സുപ്പീരിയർ ടു പെർസെപ്ച്വൽ തിങ്കിങ്. പെർസെപ്ച്വൽ തിങ്കിങ് തന്നെ സുപ്പീരിയർ ആയിട്ട് വരുന്നതാണ്. ഇറ്റ് ഇൻവോൾവ്സ് യൂസിങ് കൺസെപ്റ്റ്സ്, സിമ്പിൾസ് ഓർ ലാംഗ്വേജ് ടു സോൾവ് പ്രോബ്ലം. നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ വളരെ സിമ്പിളായിട്ട് ഒരു ബുക്കിനെ കുറിച്ച് എഴുതാൻ പറയുമ്പോൾ ആ ബുക്കിൽ എന്താണുള്ളത് കൃത്യമായിട്ടുണ്ട്, അത് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് പകർത്തി എഴുതുന്നു. പക്ഷേ ഇത് അതിനേക്കാൾ കുറച്ച് സുപ്പീരിയർ ആയിട്ട് വരുന്നതാണ് കൺസെപ്ച്വൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ പ്രോബ്ലം സോൾവിങ്ങിന് ആയിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ നമ്മൾ പുതിയ കൺസെപ്റ്റുകൾ സിമ്പിൾസ് ഒക്കെ ഇതാക്കും. ഇപ്പോൾ ഇഫ് യു റൈറ്റ് എ പോം ഓർ ആൻ എസ്സേ യു ആർ ആൾസോ യൂസിങ് അബ്സ്ട്രാക്ട്. കാരണം ആ എസ്സേയിലും അല്ലെങ്കിൽ പോമിലൊക്കെ നമ്മളേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് എന്തുണ്ട്, നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. ഒരു ബുക്ക് വായിച്ചിട്ടാണെങ്കിലും ഒരുപാട് റീഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ കവിതകൾ എഴുതുമ്പോൾ അവർ മിക്കവാറും അവരുടേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്താറുണ്ട് അല്ലേ, അല്ലാതെ വെറും ബുക്കിലുള്ളത് മാത്രമാണോ? അല്ല. അപ്പം അതാണ് ഒരു അബ്സ്ട്രാക്ട് തിങ്കിങ് അല്ലെങ്കിൽ കൺസെപ്ച്വൽ. നമ്മളെ കൺസെപ്റ്റൊക്കെ അതിൽ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക എന്നുള്ളതാണ് കൺസെപ്ച്വൽ തിങ്കിങ് എന്ന് പറയുന്നത്. പിന്നെ റിഫ്ലക്റ്റീവ് തിങ്കിങ്. ഇറ്റ് ഈസ് ആൻ ഇൻസൈറ്റ് ബേസ്ഡ് തിങ്കിങ് വിച്ച് യൂസസ് പ്രീവിയസ് എക്സ്പീരിയൻസ് ടു സോൾവ് എ പ്രോബ്ലം. പ്രീവിയസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, തിങ്ക് ചെയ്യുക. ഇറ്റ് ഈസ് ആൻ ഇൻസൈറ്റ് ബേസ്ഡ് തിങ്കിങ്. പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുക, പ്രീവിയസ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നു. അപ്പം അതിനെയാണ് എന്ത്, റിഫ്ലക്റ്റ് ചെയ്യുക. പ്രീവിയസ് എക്സ്പീരിയൻസ് എന്ത് ചെയ്യുക, റിഫ്ലക്റ്റ് ചെയ്യുക. അതാണ് റിഫ്ലക്റ്റീവ് തിങ്കിങ്. പിന്നെ ക്രിയേറ്റീവ് തിങ്കിങ്. ഇത് തിങ്കിങ് ഇൻവോൾവ്ഡ് ഇൻ ക്രിയേറ്റിംഗ് ന്യൂ നോവൽ ഐഡിയാസ്, ഒബ്ജക്ട്സ്. ഇറ്റ് ഇൻവോൾവ്സ് റീഅറേഞ്ചിങ് ദ എക്സിസ്റ്റിംഗ് സ്റ്റിമുലൈ ടു ക്രിയേറ്റ് സംതിങ്. നമ്മൾ ക്രിയേറ്റീവ് തിങ്കിങ്ങിനെ കുറിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ല, നമ്മൾ പറയുന്ന സാധനമാണ് ക്രിയേറ്റീവ് എന്നുള്ളത്. പുതിയ ഐഡിയാസുകൾ, പുതിയ തോട്ട്സ്, പുതിയ കൺസെപ്റ്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, റീഅറേഞ്ചിങ് ദ എക്സിസ്റ്റിംഗ് സ്റ്റിമുലൈ. ഇപ്പം നമ്മൾ എന്തൊരു കാര്യം പുതിയതായിട്ട് ചെയ്യുമ്പോഴും എന്തെങ്കിലും അതിനെന്തുണ്ടായിരിക്കും, പിൻപ് അല്ലെങ്കിൽ അതിന് മുന്നേ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൺസെപ്റ്റോ അതുമായി റിലേറ്റ് ചെയ്ത എന്തെങ്കിലും ഒരു കാര്യം. ഇപ്പോൾ ഒരു ബിസിനസ് ഐഡിയ ആണ് എന്നുണ്ടെങ്കിൽ നമ്മളത് പുതിയതായിട്ട് ഇൻവോൾവ് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കും. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളെ രൂപത്തിലൊന്ന് റീസ്ട്രക്ചർ ചെയ്ത് അല്ലെങ്കിൽ റീഅറേഞ്ച് ചെയ്തിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നു. സോ അത്തരത്തിലാണ് ക്രിയേറ്റീവ് തിങ്കിങ്. നമ്മൾ ക്രിയേറ്റീവ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു കാലത്ത്. നമ്മൾ ഏതെങ്കിലും ഒരു ജോബിനൊക്കെ പോകുമ്പോൾ ഡിസൈനിങ് ആയിരുന്നോട്ടെ, അതല്ലെങ്കിൽ വേറെ ഏത് ജോബ് ആയിക്കോട്ടെ, അവിടെയൊക്കെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരിക എന്നുള്ളത് നമ്മൾ പറയാറുണ്ട്. സോ ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ കൺസെപ്റ്റ്, പുതിയ രൂപത്തിലുള്ള കാര്യങ്ങൾ പഴയതൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്ട്രക്ചർ ചെയ്യുക. നമ്മൾ കാലത്തിനനുസൃതമായിട്ടുള്ളത് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. ഓക്കെ, ഫൈൻ. Critical thinking. This type of thinking involves in making the reasoned judgment and examining assumptions. So critical evaluation, critical എന്നുള്ള വാക്ക് വരുമ്പോൾ തന്നെ ആ ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ കുറിച്ച് നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്നുള്ളത്. ഓക്കെ, ഫൈൻ. പിന്നെ ക്രിയേറ്റിവിറ്റി. അപ്പോൾ തിങ്കിങ്ങിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു, തിങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തന്നു. തിങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഡിസ്കസ് ചെയ്തിട്ടില്ല. PYQ അതെന്ത് ചെയ്യും, നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ഇവിടെ ക്രിയേറ്റിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ക്വസ്റ്റ്യനാണ് കൊടുത്തിട്ടുള്ളത്. 2020 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ. എന്താണ് ക്വസ്റ്റ്യൻ? ഹു എമംഗ് ദ ഫോളോയിങ് ഈസ് ക്രെഡിറ്റഡ് വിത്ത് പ്രൊപ്പോസിങ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് തിയറി ഓഫ് ക്രിയേറ്റിവിറ്റി. ക്രിയേറ്റിവിറ്റിയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് തിയറി. അത് പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത് താഴെ കൊടുത്തവയിൽ ആരാണ് എന്നാണ്. ഓക്കെ, ഓപ്ഷൻ എ ആണോ, ഓപ്ഷൻ ബി ആണോ, ഓപ്ഷൻ സി ആണോ, ഓപ്ഷൻ ഡി ആണോ? നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ കമൻറ്റ് ചെയ്യുക. സോ ക്രിയേറ്റിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് ക്രിയേറ്റിവിറ്റി എന്നുള്ളതാണ്. എന്താ ക്രിയേറ്റിവിറ്റി? Creativity is defined as something different from intelligence and as a parallel construct to intelligence, but it differs from intelligence. മനസ്സിലായോ? It is something different from intelligence, okay, and as parallel construct to intelligence, but it is differs from intelligence. അപ്പം എന്താണെന്നുള്ള നിങ്ങൾക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. In that it is not restricted to cognitive or intellectual ഫങ്ഷനിങ് ഓർ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു ഇൻ്റലിജൻസ്, പല ആളുകളും ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്, പക്ഷേ ഒരു ഇൻ്റലിജൻറ്റ് എന്നുള്ളതല്ല. പക്ഷെ എന്നാലോ ഇൻ്റലിജൻറ്റിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട് പാരലായിട്ട് വരുന്ന ഒരു കൺസ്ട്രക്റ്റും കൂടിയാണ് എന്ത്, ക്രിയേറ്റിവിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞു ക്രിയേറ്റീവ് തിങ്കിങ്ങിനെ കുറിച്ച് പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞു ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ന്യൂ ഐഡിയാസ്. ചിലപ്പോൾ അത് ന്യൂ ആയിരിക്കും, ഇതുവരെ മുന്നത്തെ ഒരു കൺസെപ്റ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു സാധനമായിരിക്കും.
മുന്നത്തെ ഒരു കൺസെപ്റ്റിൽ നിന്ന് റീഅറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അതിനെന്ത് ചെയ്യാം, ക്രിയേറ്റിവിറ്റി എന്ന് പറയാം ഓർ ഇൻ്റലക്ച്വൽ ഫങ്ഷനിങ് ഓർ ബിഹേവിയർ. ഓക്കെ ഫൈൻ. ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് തിയറി. എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് തിയറി? ഇൻവെസ്റ്റ്മെൻറ്റ് തിയറി എന്ന് പറഞ്ഞാൽ സ്റ്റേൺബർഗ് ആൻഡ് ലുബാർട്ട് 2006 പ്രപ്പോസ് ചെയ്തില്ല ഇൻവെസ്റ്റ്മെൻറ്റ് തിയറി ടു അണ്ടർസ്റ്റാൻഡ് ക്രിയേറ്റിവിറ്റി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പ്രപ്പോസ് ചെയ്ത ഒരു തിയറിയാണ്. അക്കോർഡിംഗ് ടു ദ ഇൻവെസ്റ്റ്മെൻറ്റ് തിയറി, ക്രിയേറ്റിവിറ്റി റിക്വയർസ് ടു കോൺഫ്ലുവൻസ് ഓഫ് 6 ഡിസ്റ്റിങ്ക്റ്റ് ബട്ട് ഇൻ്റർ റിലേറ്റഡ് റിസോഴ്സസ്. 6 ഡിസ്റ്റിങ്ക്റ്റിനെ കുറിച്ച് 6 കമ്പോണൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട് ഇതിൽ, ഇൻവെസ്റ്റ്മെൻറ്റ് തിയറിയിൽ പറയുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ 6 കമ്പോണൻറ്റ് ക്രിയേറ്റിവിറ്റി യഥാർത്ഥത്തിൽ ഫുള്ളാവുന്നത്, അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞ സാധനം കവർ ചെയ്യുന്നത് ഈ 6 ഡിസ്റ്റിങ്ക്റ്റിലാണ്, അഥവാ 6 കമ്പോണൻറ്റിലാണ്. ബട്ട് ഇൻ്റർ റിലേറ്റഡ് റിസോഴ്സ്, അതൊക്കെ തമ്മിൽ ഇൻ്റർ റിലേറ്റഡുമാണ്. ഏതൊക്കെയാണെന്ന്? ഇൻ്റലക്ച്വൽ എബിലിറ്റീസ്, നോളജ്, സ്റ്റൈൽസ് ഓഫ് തിങ്കിങ്, പേഴ്സണാലിറ്റി, മോട്ടിവേഷൻ, എൻവയോൺമെൻറ്റ്. അതേപോലെ തന്നെ കോൺഫിഡൻസും കൂടെ അവസാനമായിട്ട് പറയാറുണ്ട്. ഓക്കെ, ആൾ ത്രൂ ലെവൽസ് ഓഫ് ദീസ് റിസോഴ്സസ് ആർ റിസോഴ്സസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. Often the decision to use these resources is a more important source of individual difference. So individual difference അനുസരിച്ച് എന്ത് ചെയ്യാം, ഇത് മാറാം. ആൾ ത്രൂ ലെവൽസ് ഓഫ് ദീസ് റിസോഴ്സസ് ആർ സോഴ്സ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്. നമ്മളെ ഇൻഡിവിജ്വൽ ഡിഫറൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഹയർ ആണ് ഏതെങ്കിലും ലോവർ ആണ് എന്നുള്ളതല്ല, മറിച്ച് ഇത് 6 കമ്പോണൻസും എന്താ പറയുക 6 കമ്പോണൻസും കൂടി ഒപ്പരം നമ്മുടെ ഇതിലുണ്ടാകുമ്പോഴാണ്, 6 കമ്പോണൻസും കൂടി ഒപ്പരം നമ്മുടെ ബിഹേവിയറിൽ അല്ലെങ്കിൽ നമ്മുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസിൽ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റൈൽസ് ഓഫ് തിങ്കിങ്, പേഴ്സണാലിറ്റി, മോട്ടിവേഷൻ, എൻവയോൺമെൻറ്റ്. അപ്പം ഈ ഒരു 6 ഡിസ്റ്റിങ്ക്റ്റ്, ഈ ഒരു 6 കമ്പോണൻറ്റ് ആണ് തിങ്കിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അവർ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. സ്റ്റേൺബർഗ് ആൻഡ് ലുബാർട്ട് 2006 എക്സ്പ്ലെയിൻ ക്രിയേറ്റിവിറ്റി വിത്ത് ദയർ ഇൻവെസ്റ്റ്മെൻറ്റ് തിയറി. നമ്മൾ പറഞ്ഞു, ദേ സെഡ് ദാറ്റ് ബീയിങ് ക്രിയേറ്റീവ് ഡിപ്പെൻഡ്സ് ഓൺ 6 കീ തിങ്സ് ഓഫ് വർക്കിംഗ് ടുഗദർ. നേരത്തെ പറഞ്ഞ 6 കീ തിങ്സ് ഏതൊക്കെയാണ്? ഇൻ്റലിജൻസ്. എന്താണ് ഇൻ്റലിജൻസ്? സിന്തറ്റിക് സ്കിൽസ്, അനലറ്റിക് സ്കിൽസ്, അതുപോലെ തന്നെ പ്രാക്ടിക്കൽ കോണ്ടക്സ്റ്റൽ സ്കിൽ. ഈ 3 സ്കില്ലാണ് ഇൻ്റലിജൻസിൽ പറഞ്ഞിട്ടുള്ളത്. സിന്തറ്റിക് സ്കിൽസ് എന്ന് പറഞ്ഞാൽ ടു സീ പ്രോബ്ലംസ് ഇൻ ന്യൂ വേ. ഓക്കെ. ബിയോ ദ അനലറ്റിക് സ്കിൽസ് ടു റെക്കഗ്നൈസ് വിച്ച് വൺസ് ഐഡിയാസ് ആർ വർത്ത് പെർസ്യൂയിങ് ആൻഡ് വിച്ച് ആർ നോട്ട്. ഏതാണ് ഐഡിയാസ് വർത്ത് പെർസ്യൂയിങ് ആൻഡ് വിച്ച് ആർ നോട്ട് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളതാണ് അനലറ്റിക് സ്കില്ലിലൂടെ പറയുന്നത്. സോ സിന്തറ്റിക് സ്കില്ല് വരുന്നുണ്ട്, അനലറ്റിക് സ്കില്ല് വരുന്നുണ്ട്. ഇതിൽ വരുന്നതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് തിയറിയിലെ 6 കമ്പോണൻ്റ് ആയിട്ടുള്ള ഒന്നാമത്തെ കമ്പോണൻ്റ് ആയിട്ടുള്ള ഇൻ്റലിജൻസിൽ വരുന്നതാണ്. നെക്സ്റ്റ് പ്രാക്ടിക്കൽ കോണ്ടക്സ്റ്റൽ സ്കിൽ, അഥവാ ടു നോ ഹൗ ടു പെർസ്വേഡ് അതേഴ്സ് ഓഫ്. മറ്റുള്ളവരെ ഇപ്പോൾ പെർസ്വേഡ് ചെയ്യാന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ നമ്മളൊരു മലയാളീകരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കയ്യിലെടുക്കുക എന്നുള്ള ഒരു സാധനം. ഓക്കെ, പ്രാക്ടിക്കൽ കോണ്ടക്സ്റ്റൽ സ്കിൽസ്. അടുത്തത് നോളജ് ആണ്. വൺ നീഡ്സ് ടു നോ ഇനഫ് അബൌട്ട് എ ഫീൽഡ് ടു മൂവ് ഇറ്റ് ഫോർവേഡ്. നമുക്കറിയാം, അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. തിങ്കിങ് സ്റ്റൈൽസ് ഈസ് എ പെർട്ടിക്കുലർ ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ക്രിയേറ്റിവിറ്റി. നമ്മൾ വ്യത്യസ്ത രൂപത്തിലുള്ള തിങ്കിങ് സ്റ്റൈൽസിനെ കുറിച്ചുണ്ട്. അത് ഇവിടെ പ്രതിപാദിക്കുന്നില്ല, ഇവിടെ എന്താണ് എന്നുള്ളത് മാത്രം നമ്മൾ പ്രതിപാദിക്കുന്നുള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഭാഗം മാത്രം. പേഴ്സണാലിറ്റി. സം പേഴ്സണാലിറ്റി ട്രേറ്റ്സ് സപ്പോർട്ട് ക്രിയേറ്റിവിറ്റി. ചില പേഴ്സണാലിറ്റി ട്രേറ്റുകൾ ക്രിയേറ്റിവിറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന പേഴ്സണാലിറ്റി ട്രേറ്റുകൾ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ മോട്ടിവേഷൻ, ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്രിയേറ്റിവിറ്റിയിൽ ഇൻട്രിൻസിക് മോട്ടിവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിനേക്കാളും നമ്മൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് പുറത്ത് വരണമെന്നുണ്ടെങ്കിൽ അത് മേ ബി ഉള്ളിലുണ്ടായിരിക്കും, പക്ഷേ അത് പുറത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ ഇൻട്രിൻസിക് ആയിട്ടുള്ളൊരു മോട്ടിവേഷൻ ആവശ്യമാണ്. അതോടൊപ്പം ആവശ്യമാണ് എൻവയോൺമെൻറ്റും. അത് പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുറത്തോട്ട് നമ്മുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി വരണമെന്നുണ്ടെങ്കിൽ വൺ കുഡ് ഹാവ് ഇന്റേണൽ റിസോഴ്സസ് നീഡഡ് ടു തിങ്ക് ക്രിയേറ്റീവ്ലി. ഓക്കെ, ബട്ട് വിത്തൗട്ട് സം എൻവയോൺമെൻറ്റൽ സപ്പോർട്ട് ക്രിയേറ്റിവിറ്റി ഓഫ് എ പേഴ്സൺ ഹാസ് വിത്തിൻ ദ പേഴ്സൺ നെവർ ഡിസ്പ്ലേഡ്. അത്രേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ അത് ഇന്റേണൽ റിസോഴ്സസിൽ ചിലപ്പം നമ്മൾ ഭയങ്കര ക്രിയേറ്റിവിറ്റി ആയിരിക്കും, പക്ഷെ അത് പുറത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ എൻവയോൺമെൻറ്റൽ സപ്പോർട്ടും കൂടെ ആവശ്യമാണ് എന്നുള്ളതാണ്. പിന്നെ കോൺഫിഡൻസ് നമ്മൾ പറഞ്ഞു. അപ്രോച്ച് സൈസ് ക്രിയേറ്റിവിറ്റി ഹാപ്പൻസ് വെൻ മെനി ഫാക്ടേഴ്സ് കമ്പൈൻ ടുഗദർ. എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ക്രിയേറ്റിവിറ്റി വരുന്നത് എന്നുള്ളതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് തിയറി പറയുന്നത്. ഹൗ യു ചൂസ് ടു യൂസ് ദം ദാറ്റ് മേക്സ് ദ റിയൽ ഡിഫറൻസ് ഇൻ ക്രിയേറ്റിവിറ്റി. ഓക്കെ, സോ ഇൻവെസ്റ്റ്മെൻറ്റ് തിയറിയിലെ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിലേതാണ് ആൻസർ വരിക? ജസ്റ്റ് നമ്മൾ പറഞ്ഞു ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നമുക്കറിയാം.
അപ്പോൾ ഓപ്ഷനിൽ വന്നിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ ഡി. താഴെ കൊടുത്ത ഇൻവെസ്റ്റ്മെന്റ് തിയറി ആയിട്ട് ക്രിയേറ്റിവിറ്റി പ്രൊപ്പോസ് ചെയ്തതിൽ ആരാണ്? സ്റ്റെൻബർഗ് ആണ്. സ്റ്റെൻബർഗോട് കൂടെ തന്നെ ആരും കൂടെ ഉണ്ട്? ലുബാർട്ട്, അദ്ദേഹം കൂടെ ഉണ്ട്. സോ ഈ രണ്ടാളുകളാണ് അത് പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ ഫൈൻ. രണ്ടാമത്തെ PYQലേക്ക് നമുക്ക് കിടക്കാം. സോ അതിന് മുന്നോടിയായിക്കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഭാഗം അഥവാ നമ്മുടെ തിങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടൊരു ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു. ക്രിയേറ്റിവിറ്റിയുടെ ഒരു ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്തു. സോ ക്രിയേറ്റിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് തിയറീസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ആ ക്രിയേറ്റിവിറ്റിയുടെ പല തിയറീസും അതാര് പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ആ പ്രൊപ്പോസ് ചെയ്തിട്ടുള്ള ആളുകളെ കുറിച്ചും നമ്മൾ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ എന്ത് ചെയ്യണം, നോക്കി വെക്കേണ്ടതായിട്ടുണ്ട്. സോ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മുടെ മെറ്റാകോഗ്നിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ഇതോടുകൂടി ഈ ഒരു ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.